മോഷണം നടന്നതുകൊണ്ട് മാത്രം ഒരു കൊലപാതകം തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? 2016 ജൂൺ 27 ഗുജറാത്തിലെ സൂററ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് രാത്രി ഒരു 10:30 25 വയസ്സുള്ള ദീക്ഷിത് ജരിവാല അദ്ദേഹത്തിന്റെ ഭാര്യ വെൽസിയും 1 വയസ്സുള്ള മകളുമായി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. വന്നപാടെ വെൽസി മകളുമായി ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലേക്ക് പോയി. കാർ ഗാരേജിൽ കൊണ്ടു നിർത്തി വീടിന്റെ ഡോറെല്ലാം ലോക്ക് ചെയ്തതിനു ശേഷം ദീക്ഷിത്തും റൂമിലെത്തി. ഈ സമയത്താണ് ഗാരേജിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം ദീക്ഷിത് ഓർത്തത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. വളരെ നേരം കഴിഞ്ഞിട്ടും ദീക്ഷിത് തിരിച്ചു വരാതായതോടെ വെൽസിയും അദ്ദേഹത്തെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ലിവിംഗ് റൂമിലെത്തിയ വെൽസി കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. മുഖംമൂടി ധരിച്ച 2 പേർ ദീക്ഷിത്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അക്രമികൾ ദീക്ഷിത്തിന്റെ കഴുത്തിൽ മൂർച്ചയേറിയ ഒരു കത്തി വെച്ചിട്ടുണ്ട്. വെൽസി ഇറങ്ങി വരുന്നത് കണ്ടതും അക്രമികളിൽ ഒരുത്തൻ അവളുടെ അടുത്തെത്തുകയും ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഭയന്നു വിറച്ച വെൽസി മാലയും കമ്മലുമെല്ലാം അഴിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. ഈ വീട്ടിൽ നിന്നും എന്തു വേണമെങ്കിലും എടുത്തോളൂ, ഞങ്ങളെ മാത്രം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞപേക്ഷിച്ചെങ്കിലും അക്രമികൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. അന്ന് രാത്രി ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന ആ 2 പേർ ദീക്ഷിത് ജരിവാലയെ അതിക്രൂരമായ രീതിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു.